28 MB എന്തുള്ളൂ ഇൻ മെമ്മറി ഉള്ളൂ. അപ്പോൾ ഇത്ര വലിയ ഷോപ്പായാൽ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പകരം ഞാനിപ്പോൾ CHU എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു പേര്, കാരണം സെറ്റപ്പിൽ പോയി യൂഡിസ്ക് അമർത്തി സേവ് ഡാറ്റ അത് അമർത്തിയപ്പോൾ പേര് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. പേര് ഞാനിവിടെ കൊടുത്തു, എന്നിട്ട് എൻ്റർ അമർത്തി സേവ് ഇറ്റ് പ്ലീസ് വെയിറ്റ്. നേരത്തെ കാണിച്ചത് പ്ലീസ് ഇൻസർട്ട് യൂഡിസ്ക് ഇപ്പോൾ ആ ഡാറ്റ എവിടെ ഉണ്ട്? നാളെ ഇതേ സെർവ് ചെയ്യാൻ ആളുകൾ ചിലപ്പോൾ ഇതായി ചിലപ്പോൾ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ചിലപ്പോൾ നോക്കി നോക്കാം, കഴിയില്ല. ഞാൻ പറഞ്ഞത് പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ പറഞ്ഞിരുന്നു, ഇതേ സാധനമാണെങ്കിലാണ് അവിടെ റീഡ് ആവുള്ളൂ, അവിടുത്തെ സാധനം ചിലപ്പോൾ റീഡ് ആവില്ല, ഒരു പക്ഷേ ചിലപ്പോൾ കിട്ടും. അപ്പോൾ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയ കാര്യമില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നുള്ള സാധനമല്ലോ, ഇത് വേറെ ഇവൻ്റെ കൺസോളാണ്. അപ്പോൾ ഇവരുടെ ലൈറ്റ് ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഇവരുടെ ലൈറ്റിൻ്റെ പേഴ്സണാലിറ്റി ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവരുടെ കൺസോൾ കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് ഷോ ഫയൽ എടുത്തിട്ട്, ഷോ ഫയലില്ല, പേജ് ഫയലില്ല, ഷോ ഫയൽ എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്താണോ പണിയത് ആ സാധനങ്ങളൊക്കെ പോകും. അത് ഓർമ്മയാണ്. അപ്പോൾ അവരടുത്ത് ഇതില്ലേ അത് ചോദിക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കണം, ചെയ്യട്ടെ സാധനങ്ങളെല്ലാം കയ്യിലുണ്ടോ, മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വേറൊരു USB ഇതും കൂടി ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം ഇത് പൊളിക്കാം. പറഞ്ഞ സിമ്പിൾ കേസേ ഉള്ളൂ. അതായത് ഇത് നമ്മൾ ആ കൺസോൾ കിട്ടിയ ഉടനെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇവനെ ആദ്യം ഒന്ന് സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്ത് വെക്കാൻ വേറെ പേര് ചെയ്യും, ഇന്ന സാധനം രണ്ടാമത്തെ കൺസോളിൽ ഇന്ന സാധനം സേവ് ചെയ്ത് വെക്കുക, എന്നിട്ട് അവിടുത്തെ സാധനം വീണ്ടും ഇവിടെ ഇതാക്കുക. അത് എല്ലാം പ്രശ്നം വരാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സേവ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമ്മുടെ കാര്യം നടക്കാൻ ആ സമയത്ത് ആവശ്യം. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് വേണ്ടി ഇടുമ്പോൾ ഇതിൽ നിലവിലുണ്ടായിരുന്ന പേഴ്സണത്തെ എല്ലാം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഫയലൊക്കെ പോകും. പിന്നെ ഇത് എടുക്കുമ്പോൾ ഇവരുടെ ഫയലൊക്കെ കിട്ടാൻ, ഇവരുടെ ഫയൽ ഇതിനകത്ത് ആവശ്യമില്ല അവർക്ക്. പിന്നെ എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആദ്യം മുതൽ അത് ഇടണം. അപ്പോൾ അതുകൊണ്ട് ഈ കൺസോളും ഒന്ന് സേവ് ചെയ്യാൻ നോക്കും കേട്ടോ. നമുക്ക് ആവശ്യം വരുന്നതാണ്, ചിലപ്പോഴൊക്കെ ചിലവിടെയൊക്കെ കിട്ടുന്ന ഒരു പ്രശ്നമാണ് പുതിയ. ഇത് കുഴപ്പമില്ല, ഇത് ലോഡായി ഇല്ല, ലോഡായില്ലത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്ക്. വേണ്ട, ഇത് നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ്. ചില സമയത്ത് നമുക്ക് ആവശ്യം വരും. അതിനകത്ത് ഇത് നമുക്ക് സംഭവം ഇതില് ഈ പേഴ്സണാലിറ്റി ഇതിലില്ല. അപ്പോ ഇതിലെ സിമിലർ പേഴ്സണാലിറ്റിയാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് കാരണം നമുക്ക് ഡാറ്റകൾ റീഡ് ചെയ്തു, പക്ഷെ എന്ത് എഴുതിയില്ല, ആ പേഴ്സണാലിറ്റി റീഡ് ചെയ്തിട്ടില്ല. അപ്പോ ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ പേഴ്സണാലിറ്റി ഇതിലേക്ക് കോപ്പി ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി കോപ്പി ആവില്ല. മറ്റേ ഡാറ്റ ഫയൽ നമുക്ക് ഷോ ഫയൽ മാത്രമേ കോപ്പി ആവുള്ളൂ, ഡാറ്റ ഫയൽ ഒരിക്കലും കോപ്പി ആവില്ല. അപ്പോൾ നമ്മുടെ പാച്ച് ഫയൽ വേറെയാണ്, ഷോ ഫയൽ വേറെയാണ്. ഒരിക്കലും പാച്ച് ഫയൽ എഴുതിയിട്ട് അവിടെ നമ്മുടെ എന്തില്ല പാച്ചിലേക്ക് ഉണ്ടായിരുന്നില്ല. ഷോ ഫയൽ സെപ്പറേറ്റ് ആണ്, പാച്ച് ഫയൽ സെപ്പറേറ്റ് ആണ്. പാച്ച് ഫയൽ എടുക്കണം, ഷോ ഫയൽ എടുക്കണം. പാച്ച് ഫയൽ അതിൽ ലോഡ് ചെയ്യണം, എന്നിട്ട് അതിൽ ഏതൊക്കെ ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഷോ ഫയൽ കളിക്കണം. അപ്പോൾ മാത്രമേ ഇടാവുള്ളൂ. ഇനി നമുക്ക് ഈ സ്ഥലം തിരിച്ചിട്ട് നോക്കിയോട്ടോ. അതിലിപ്പോ ഇതിലൊന്നും സെറ്റപ്പിലൊന്നും വീണ്ടും യൂഡിസ്ക് തന്നെ സേവ് ആക്കിയതാണ് റീഡിലാക്കുന്നത്. റീഡിൽ അക്സെപ്റ്റ് ചെയ്തു, അവിടെ പേര് കാണിക്കുന്നുണ്ട്. മറ്റേ മൂന്നാമത് CHU കൊണ്ട് സേവ് സാധനം അവിടെ കാണിക്കുന്നുണ്ട്. അത് ലോഡ് ചെയ്തു, എൻ്റർ ലോഡ് ആക്കി. ഇതിൽ ഓൾറെഡി പാച്ചായി ഈ സാധനം പാച്ച് സാധനം എല്ലാം ഇതിലുള്ളത് കൊണ്ട് പേഴ്സണേജ് ഉള്ളതുകൊണ്ട് നേടിയാണ്ടായി.
ഫയൽ അതായത് എന്താ സംഭവം അറിയോ, ഇവിടുത്തെ സാധനം സേവ് ചെയ്യുന്ന സമയത്ത് ഈ പേഴ്സണാലിറ്റി അടക്കമാണ് സേവ് ആവുന്നത്, ഇതിന്റെ എല്ലാ സാധനമാണ് സേവ് ആവുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ച സംഭവം എന്താണെന്ന് അറിയോ, ഇതിലുണ്ടായിരുന്ന സാധനം പോയി, അപ്പൊ അവിടുത്തെ സാധനം ഇതിന് അറിയാം. നമ്മള് വേറെ ആളുടെ കൺസോൾ ആണെങ്കിൽ അവർക്ക് ലയിക്കുന്ന സാധനങ്ങൾ അതിനകത്തുണ്ടാവും. ഇപ്പൊ നോക്കിയതാണ് അതായത് ഇതിന്റെ ചെയ്താലും പോയാലും ഇതിനകത്തുണ്ടായിരുന്ന പേഴ്സണാലിറ്റി ഇല്ലേ അത് പോയി കിട്ടും. ഇതിനകത്ത് എന്താണ്ടായിരുന്നു അതാണ് പോയിട്ടുള്ളത്. ഇതൊക്കെ ഓർമ്മ വേണം. ആരെ കൺസോളാണെങ്കിലും ഈ ഒരു കാര്യം രണ്ട് പ്രാവശ്യം നോക്കിയതാണ്. ഇതുപോലെ വട്ടം പോകുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് വേറെ കൺസോളിൽ വെച്ചു ചില മോഡലുകളുണ്ട്. ഇതിന്റെ ചെലവാണ് ഇത് വേറെ ടൈപ്പാണ്. വീടാവും ചിലത് വീടാവില്ല, ഇതിനകത്ത് വീടിനകത്തൊക്കെ ചിലപ്പോൾ വീടാവില്ല. ഇതെടുത്തിട്ട് ദൃശ്യം മാറ്റം വരാം മേബി. പക്ഷെ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ചില സമയത്തൊക്കെ ഈ കൺസോൾ എല്ലാം ചെയ്ത് വെച്ചിട്ട് അടുത്തൊരു സാധനങ്ങൾ വേറെ കൺസോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ നോക്കുന്നതിനിടയിൽ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. സേവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കൺസോളാണ് വേറെ ആളുടെ കൺസോൾ ആണെങ്കിൽ അവരുടെ കൺസോളുള്ള ഫയൽ ആദ്യം സേവ് ചെയ്ത് വെക്കണം മാറ്റിയിട്ട്. അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ തന്നെ അവരുടെ തന്നെ പറയാം കയ്യിൽ വെച്ചോ, ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവരുടെ തന്നെ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ഇവിടെ കയറും. അപ്പോൾ നമ്മുടെ പഴയത് പോകും. അപ്പോൾ ഇതൊരു